അൽഹംദുലില്ലാഹ് നമ്മൾ ഇന്ന് ഒരൗപചാരികമായൊരു തുടക്കം കുറിക്കുകയാണ്. തുടക്കങ്ങളും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ് തുടക്കമൊക്കെ ആവേശികമാണല്ലോ. ഇൻഷാ അല്ലാഹ് അൻവർ ഉസ്താദിൻ്റെ ഉസ്താദുമാരായ ഹാമിദ് ഉസ്താദും സിബത്ത് ഉസ്താദും അതുപോലെ കുഞ്ഞുമോൻ ഉസ്താദൊക്കെ ഈ ഒരു സംവിധാനം തുടങ്ങുമ്പോൾ നമുക്ക് ഒരു റഹ്മത്തായി, നമുക്കൊരു തണലായി, ഒരു ആശ്രയമായി കൂടെ വരികയും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയാണ് മാതാപിതാക്കൾ. അവരുടെ മനസ്സിലെപ്പോഴും റഹ്മത്ത് അല്ലാഹു പടച്ചിട്ടുണ്ട്. ആ റഹ്മത്തിൻ്റെ ദുആ എപ്പോഴും ഇജാബത്തിന് തടസ്സമില്ലാത്തതാണ്. ഇതിലേറെ അശദ്ധാണ് അസാധ്യതത്വ ഉസ്താദുമാർ, ഗുരുനാഥന്മാരെന്നുള്ളത്. ഇപ്പോൾ അൻവർ ഉസ്താദും നമ്മുടെ മറ്റുസ്താദുമാരൊക്കെ വളരെ സജീവമായി ഇഖ്ലാസോടെ കഠിന പ്രയത്നങ്ങളുടെ അവരുടെ പ്രയത്നത്തിൻ്റെ ഭാഗമായി അൽഹംദുലില്ലാഹ് സിൽമ അക്കാദമിയുടെ ഒരു ക്യാമ്പസ്, ഈ മിസ്ബാഹുൽ ഹുദ എന്ന ക്യാമ്പസിൽ നമ്മൾ ഹാപ്പി സോണിൻ്റെ ഈ ഒരു സംരംഭം ഇവിടെ ആരംഭിക്കുകയാണെന്ന് ധാരാളം വിദ്യാർത്ഥികൾ ഇന്നും തുടർന്നുള്ള ദിവസങ്ങളുമായി വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പ്രാർത്ഥന നടത്തി തന്നത് അൻവർ ഉസ്താദിൻ്റെ ഉസ്താദ് കൂടിയായ ബഹുമാനപ്പെട്ട സിബത്തുള്ള സഖാഫി ഉസ്താദ് അവറുകളാണ്. നമ്മളോട് ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട ഹാമിദ് ഉസ്താദിനെ ആദരവോടുകൂടെ ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അഭിനന്ദനായ സിബത്തുൽ ഉസ്താദ്, കുഞ്ഞുമോൻ ഉസ്താദ്, ഈ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ശില്പിയായ ഹക്കീം ഉസ്താദ് ആഞ്ചേരി, മറ്റു ഉസ്താദുമാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അല്ലാഹു നമ്മളെല്ലാവരെയും അവൻ തൃപ്തിപ്പെട്ട സ്വാലിഹ്യങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വളരെ ചരിത്രം നിറഞ്ഞ ഒരു മണ്ണിലാണ് നമ്മളുള്ളത്. ഭൂമിശാസ്ത്രപരമായിട്ടും മതപരമായിട്ടും ഒരുപാട് ചരിത്രങ്ങൾ ചാലിയത്തിന് പറയാനുണ്ട്. മഹാനായ മാലിക് ദീനാറിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് സഹാബത്ത് വന്നപ്പോൾ അവരൊരു പള്ളി ഉണ്ടാക്കിയത് ചാലിയത്തായിരുന്നു. എന്ന് പറഞ്ഞാൽ സഹാബത്തിൻ്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മണ്ണാണ് ചാലിയം. പിന്നെ കേരളത്തിലെ ദീനീ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ഒരുപാട് സാദാത്യങ്ങൾ, മഹാനായ ചാലിയം നൂറുദ്ദീൻ ഷെയ്ഖ്, അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശത്താണ് നമ്മളുള്ളത്. മഹാനായ അഹമ്മദ് കോയ ശാലിയാത്തി, ചാലിയം ഇബിച്ചി കോയ തങ്ങൾ തുടങ്ങി വലിയ കേരളത്തിൻ്റെ ദീനീ ആത്മീയ സരണിയിൽ വലിയ പങ്ക് വഹിച്ച നിരവധി മഹാരഥന്മാർ ഈ ചാലിയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. മഹാനായ ഒക്കെ ഉസ്താദിൻ്റെ നിരവധി വർഷത്തെ ദർസ് നടന്ന പ്രദേശം, എ പി ഉസ്താദിനെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ വളർന്നു വന്ന പ്രദേശം, ഇൽമിനും തഖ്വക്കും ഏറ്റവും കൂടുതൽ മണ്ണും അതുപോലെ തന്നെ വളവും കിട്ടിയ ഒരു സ്ഥലമാണ്. ഒരുപാട് സാദാത്യങ്ങൾ ചാലിയത്തിന് ചുറ്റുമുണ്ട്. മഹാന്മാരായ ബുഖാരി സാദാത്യങ്ങൾ വളപട്ടണത്ത് നിന്ന് ചെമ്പിട്ടപ്പള്ളിയിലേക്കും അവിടുന്ന് പറവണ്ണയിലേക്കും അവിടുന്ന് ഏറ്റവും കൂടുതൽ അവർ വന്നത് പരിസര പ്രദേശമായ കരുവത്തിരുത്തിയിലേക്കാണ്. അവിടുന്നാണ് ബുഖാരി സാദാത്യങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചരിക്കുന്നത്. അതുപോലെ തന്നെ മഹാനായ ഖുതുബുസ്സമാൻ ബാഹസൻ ജമലുല്ലരി തങ്ങൾ, അവർ ചാലിയത്തിൻ്റെ പരിസര പ്രദേശമായ കടലുണ്ടിയിലാണ്. ഒരുപാട് സാദാത്യങ്ങളെ കബീലകൾ ഈ പരിസരത്തൊക്കെ ഉണ്ട്. നിരവധി പണ്ഡിതന്മാർ അവരുടെ പാദം വെച്ച് അനുഗ്രഹിച്ച ഭൂമിയാണ് ചാലിയം. അവിടെ ഒരു ദർസ് തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു വലിയ നിഅമത്താണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ ദീനിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി ജീവിതം അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച്, അതുകൊണ്ടാണ് നമുക്കൊക്കെ ദീന് പഠിക്കാനും നിസ്കരിക്കാനൊക്കെയുള്ള ഇൽമും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മുസ്ലിമാകുന്നത് ഇൽമുണ്ടെങ്കിലാണ്. ലക്ഷക്കണക്കായ ആളുകൾ ലോകത്ത് ഒരുപാട് മുസ്ലിം പേരുള്ളവരുണ്ട്. പക്ഷെ അവർക്കൊന്നും ഫാത്തിഹ ഓതാനോ ഖുർആൻ ഓതാനോ അല്ലെങ്കിൽ നിസ്കരിക്കാനൊന്നും കഴിയാത്തത് വിജ്ഞാനം എന്നുള്ള നൂറ് അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ്.
അത് ഏറ്റവും കൂടുതൽ പ്രസരിച്ച, ഏറ്റവും കൂടുതൽ നിർഗളിച്ചൊരു സ്ഥലത്താണ് നമ്മളുള്ളത്. ഈ മഹത്തായ പ്രദേശത്തിൻ്റെ ബർക്കത്ത് കൊണ്ടും ഇവിടെ ദർസെടുത്ത പണ്ഡിതന്മാരുടെയും ഇവിടെ കാല് പതിഞ്ഞ മഹാന്മാരായ സഹാബത്തിൻ്റെയും ഒക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതിൻ്റെയൊക്കെ പുറമെ ഈ പോർച്ചുഗീസുകാരുടെയൊക്കെ വരവിൻ്റെ സമയത്ത് ചാലിയത്ത് സാമൂതിരിയുടെ കോട്ടയും അതുപോലെ തന്നെ കുഞ്ഞാലി മരക്കാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങൾ ഇവിടെ വേറെയും പറയാനുണ്ട്. കാരണം ചാലി എന്ന ആ രൂപത്തിൽ ഭൂമിശാസ്ത്രപരമായിട്ട് കടൽ കൊണ്ടും പുഴകളെ കൊണ്ടും 2 പ്രധാന പുഴകൾ, കടലുണ്ടി പുഴയും ചാലിയാർ പുഴയും സംഗമിക്കുന്നൊരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ആ രൂപത്തിൽ ഭൂമിശാസ്ത്രമായ പ്രത്യേകതകളുണ്ട്. ഒരുപാട് വിദേശ സഞ്ചാരികൾ കച്ചവടത്തിന് വേണ്ടിയും അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് കൊണ്ട് വന്ന് കയറിയ ഒരു സ്ഥലമാണ്. ഇവിടുത്തെ അധിക പള്ളികൾ, ഇപ്പോൾ 40ഓളം പള്ളികൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചാലിയത്തുണ്ടെന്നാണ്. അതിൽ 1000-ലധികം വർഷം പഴക്കമുള്ള പള്ളികൾ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ചാലി എന്ന് പറഞ്ഞാൽ സാധാരണ കേരളത്തിലെ പ്രദേശം പോലെ നമ്മൾ കാണാൻ പാടില്ല. അപ്പോൾ അത്ര വലിയ മഹത്തായ സ്ഥലത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ മഹത്തായ ആ സ്ഥലത്തിൻ്റെ ബർക്കത്തിലൂടെ നടന്നുപോയ പണ്ഡിതന്മാരെ ബർക്കത്തുകൊണ്ടൊക്കെ നമുക്ക് വലിയ ചരിത്രങ്ങൾ ദീനീ രംഗത്ത് ഇനിയും രചിക്കാനാവണം. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ. ഇൽമു കൊണ്ടും തഖ്വ കൊണ്ടുമാണ് നമ്മളെ സമുദായം മുന്നോട്ട് വരുള്ളൂ. ബാക്കി സമ്പത്തുണ്ടായാലും രാഷ്ട്രീയം ഉണ്ടായാലും നമുക്ക് എന്ത് ചെയ്യില്ല, അതൊക്കെ എന്നും നിലനിന്നൊള്ളുന്നില്ല. ഇൽമും തഖ്വയും ഉണ്ടെങ്കിലാണ് അതാണ് നമുക്ക് ഇവിടെ അവിടെ ഉണ്ടാവുക. അള്ളാഹു അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ തൗഫീക്കുള്ള ഒരു വിഭാഗമായിട്ട് നമ്മളെ കബൂൽ ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വിശുദ്ധ വചനം ചൊല്ലിക്കൊണ്ട് ഈ മഹത്തായ പ്രോഗ്രാം തുടങ്ങിയതായി അറിയിക്കുന്നു. ബാക്കി ഉസ്താദുമാരൊക്കെ സംസാരിക്കും. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, നാം നല്ല ഒരു തുടക്കത്തിന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ജീവനായ ഇൽമ് പഠനത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ജീവനാണ് ഇൽമ് എന്നത്. ഒരാൾക്ക് അല്ലാഹു തആല പറഞ്ഞതനുസരിച്ച് ജീവിക്കണമെങ്കിൽ, അവൻ കൽപ്പിച്ചതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അവൻ വിരോധിച്ചതനുസരിച്ച് ജീവിതത്തെ അതിൽ നിന്ന് മാറി നിന്ന് ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാനും അല്ലാഹു തആല വഴിപ്പെട്ട് ജീവിക്കാനും നമുക്ക് അറിവ് ആവശ്യമാണ്. അത് പരമ്പരയായി മക്കളും മക്കളും അങ്ങനെ പുതുതലമുറയിലേക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു ഏറ്റവും വലിയൊരു ദൗത്യം ആണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. നമ്മെ എല്ലാവരെയും അവൻ്റെ റിളയിലായിട്ട് ജീവിക്കാൻ തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. സുദീർഘമായി സംസാരിക്കുന്ന ഒരു വേദിയല്ല ഇന്ന് അൽഹംദുലില്ലാ ഒരു ബറക്കത്തിന് വേണ്ടി നമ്മുടെ സാധ്യതത്തിനെയും ഉസ്താദുമാരെയൊക്കെ കൂട്ടി ഒന്നൊരുമിച്ചിരുന്ന് ദുആ ചെയ്യുകയും
ഇന്ന് സ്ഥാപനത്തെക്കുറിച്ചുള്ള ഒരു ആമുഖ വിവരണം, ഒരു പ്രധാന അവബോധം എന്തായിരിക്കണം എന്നത് നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെയൊക്കെ മനസ്സിലേക്ക് എത്തിക്കുക എന്നതാണ് ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്നത് കബൂൽ ചെയ്യുമാറാകട്ടെ. കേരളീയ വിജ്ഞാന ചരിത്രത്തിൽ മഖ്ദൂമിയ പരമ്പര സൃഷ്ടിച്ച വലിയ ഒരു പ്രകമ്പനം കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പഠനങ്ങൾ, നമ്മൾ ചരിത്ര പഠനങ്ങൾ നടത്തിയാൽ അതുപോലെയോ അതിലേറെയോ എന്ന് പറയാൻ പറ്റുന്ന വിധം വലിയ വൈജ്ഞാനിക വിപ്ലവം നടന്ന ഒരു കേന്ദ്രമാണ് ചാലിയവും. പഴയകാലത്ത് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ചാലിയമാണെന്ന് വേണമെങ്കിൽ പറയാം. അത് മനസ്സിലാകാൻ ഈ ചാലിയം ടൗണിൽ നിന്ന് നമ്മുടെ കോഴിക്കോട് വലത്തോട്ട് പോകാതെ നേരെ ആ റോഡിൽ അങ്ങോട്ട് പോയാൽ കോഴിക്കോട്ടേക്ക് എത്ര അകലുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പഴയകാലത്ത് സമുദ്ര സഞ്ചാരം, ജലഗതാഗതം നിൽക്കുന്ന സമയത്ത് കോഴിക്കോട് എന്ന് പറയുന്നതും അതുപോലെ ചാലിയം എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നപ്പോൾ നമുക്ക് മനസ്സിലാകും. ഹാമിദ് ഉസ്താദ് അത് അർഹിക്കുന്ന പരിഗണനയോടെ നമ്മുടെ ഇടയിൽ അത് ഉണർത്തിയിട്ടുമുണ്ട്. അൽഹംദുലില്ലാ, ഒരു ഭാഗ്യമെന്നോണം അള്ളാഹു നമുക്ക് തന്ന ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം. നമുക്ക് ആ മണ്ണിൽ ദീനിൻ്റെ ഖിദ്മത്തിന് വേണ്ടി ഒരുമിച്ച് കൂടാൻ സാധിച്ചു. നമ്മുടെ മക്കൾക്കും നമുക്കുമൊക്കെ ഈ ഒരു മണ്ണ് തന്നെ നമ്മുടെ അറിവ് നേടാനുള്ള ഒരു ഭൂമിയായി തിരഞ്ഞെടുക്കാൻ സാധിച്ചു എന്നുള്ളത് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അത് രണ്ട് ലോകത്തും സന്തോഷിക്കാൻ അള്ളാഹു നമുക്ക് കാരണമാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ള ചെറിയൊരു ഭാഗം സാധാരണ മതസ്ഥാപനങ്ങളും നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നതും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസമാണ്. ഈ വ്യത്യാസം സൂചിപ്പിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ആമുഖം അല്ലെങ്കിൽ ഒരു മുൻകൂർ പ്രസ്താവന അല്ലെങ്കിൽ മുൻകൂറായിട്ടുള്ളൊരു ഉണർത്തൽ, അത് അതിലേറെ 1, 2, 3 അണ്ടർലൈൻ ചെയ്ത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു പുതിയ ഒരു മാറ്റത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഉയർച്ചയെക്കുറിച്ചോ പറയുമ്പോൾ ഇതല്ലാത്ത ഏതെങ്കിലും ഒരു സംവിധാനത്തെ കുറ്റപ്പെടുത്തുകയോ അതിനെ ഇകഴ്ത്തി കാണിക്കുകയോ ചെയ്യരുത്, ചെയ്യാനിത് കാരണമാകരുത്. കാരണം പലപ്പോഴും നമുക്ക് ഉയർന്ന് ചിന്തിക്കാൻ പറ്റുന്നത് നിലവിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വളർച്ചയുടെ തുടർച്ചയാണ് നമ്മളൊരു സംവിധാനം ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു നേട്ടത്തെക്കുറിച്ചോ ഒക്കെ മറ്റോ പറയുമ്പോൾ ഇതല്ലാത്തൊരു സംവിധാനത്തെ ബ്ലെയിം ചെയ്യുക, തഹ്ഫീമൻ കുറ്റപ്പെടുത്തി സംസാരിക്കുക എന്നത് നമ്മൾ ലക്ഷ്യം വെക്കുന്നതല്ല, നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതും ആണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ള വിഷയം സൂചിപ്പിക്കുന്നു. നമ്മളിവിടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് മാത്രമാണ് ഇപ്പം ഞാൻ പറയുന്നത്. കാരണം ഇൽമിൻ്റെ മഹത്വം എല്ലാവർക്കും അറിയാം. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും താമസിച്ച് പഠിക്കുകയാണെങ്കിൽ ഇത് താമസിച്ച് പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ചിലർക്ക് സന്തോഷം ഉണ്ടാവും, ചിലർക്ക് സങ്കടം ഉണ്ടാകും. ചിലപ്പോൾ കൂടുതൽ പേർക്ക് സങ്കടമായിരിക്കാം. അതുപോലെ വ്യത്യസ്തമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഏത് ലൈഫിൽ എപ്പോഴും ഉണ്ടാകാം. പ്രതിസന്ധികൾ എന്നത് ഒരിക്കലും ഒരു പരാജയമല്ല, അത് മറികടന്ന് നേട്ടങ്ങൾ നേടുമ്പോഴുള്ള ഉയർച്ചയുടെ ഒരു കാരണം മാത്രമാണ് എല്ലാ പ്രതിസന്ധികളും. കാരണം മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ തന്നെ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ജനിച്ചു വീഴുന്നത്. പ്രസവ വേദന എന്ന പ്രതിസന്ധിയിലൂടെയാണ് മനുഷ്യൻ ജനിച്ചു വീഴുന്നത്. പ്രസവ വേദനയെ ആരും ഒരു ടെൻഷനുള്ള കാരണമാക്കി കാണാറില്ലല്ലോ. ഇതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം. ഇതുപോലെ തന്നെയാണ് എല്ലാ നേട്ടങ്ങളും. ഇപ്പോൾ കുറേ കാലം ഒരു 4-5 കൊല്ലം വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടിയ ഒരു കുട്ടി ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുക, മദ്രസയിലേക്ക് പോവുക, സ്കൂളിലേക്ക് പോകുക എന്ന് പറയുന്ന ഒരു പ്രതിസന്ധിയാണ്. അത് ചിലർക്ക് പ്രയാസം ഉണ്ടാക്കിയേക്കാം, ചിലർക്ക് സന്തോഷം ഉണ്ടാക്കിയേക്കാം. പ്രയാസം ഉണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്, സന്തോഷം ഉണ്ടെങ്കിലും അത് പരിഹരിക്കേണ്ട വല്ല പ്രശ്നവുമാണെങ്കിൽ അവിടെ പരിഹരിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നൊരു വിഷയം, ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം നേടുന്ന സമയത്ത് നമ്മുടെ സ്ഥാപനത്തിലൊരു കുട്ടി പഠിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് മനസ്സമാധാനവും സന്തോഷവും ആ കുട്ടിയുടെ ഒരു അവകാശമായി അനുഭവിക്കാൻ കഴിയുക. ഒന്ന്. രണ്ടാമത്തത്, ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം തൊട്ടുപുറകെ ഞാൻ 1-2 വിഷയങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് ശരിക്കും ബോധ്യപ്പെടും. സാധാരണഗതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് പൊതുവെ വിദ്യാർത്ഥികൾ
പ്രയാസപ്പെടുകയും വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നത് കാണാം. ഇത്തരം വിഷമങ്ങളും വേദനകളെല്ലാം മാറാൻ വേണ്ട പ്രധാന ചേരുവകളെല്ലാം നേരത്തെ തന്നെ തയ്യാറാക്കി അതിൻ്റെ പരിഹാരങ്ങൾ തയ്യാറാക്കിയിട്ടാണ് സ്ഥാപനത്തിൻ്റെ മൂവ്മെൻറ്റ് ചലനം ആരംഭിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഒരു കുട്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് രണ്ട് ടൈപ്പിൽ, ഇപ്പോൾ സ്ഥാപനത്തിലേക്കൊക്കെ പോകുമ്പോൾ രണ്ട് രീതിയിൽ പോകുന്നത് കാണാം. ഒന്ന്, പല കുട്ടികളിലെയും ഉയർച്ച അല്ലെങ്കിൽ ചില പണ്ഡിതന്മാരിലെ ഉയർച്ചയും അവരുടെ ഗുണങ്ങളും അവരുടെ നേട്ടങ്ങളും അവരുടെ ഉയർച്ചയൊക്കെ കണ്ടിട്ട് എനിക്കും പണ്ഡിതനാകണം, എനിക്കും ഒരു മതപണ്ഡിതനാകണം, എനിക്കും അറിവും പ്രാപ്തിയൊക്കെ ഉള്ള ഒരാളാകണം എന്ന ആഗ്രഹം കൊണ്ട് പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. മറ്റൊരു കൂട്ടരുണ്ട് രക്ഷിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി. കാരണം നാട്ടിൽ നിന്നാൽ ഈ പലതരം ഡ്രഗ്സുകളുടെ കാലമാണ്, പ്രത്യേകിച്ച് സിന്തറ്റിക് ഗ്രൂപ്പ് ഡ്രഗ്സ്, MDMA പോലെയുള്ള അത്തരം ഡ്രഗ്സും ഒക്കെ വ്യാപകമായ കാലമാണ്. കുട്ടിയെ വീട്ടിൽ നിർത്തുന്ന സമയത്തോളം പ്രശ്നം കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് പ്രശ്നം ഒഴിവാകാൻ കുട്ടി പോകണം, അതുകൊണ്ട് പറഞ്ഞേക്കുന്നൊരു കൂട്ടരുണ്ട്. നിരന്തരം നിർബന്ധിതനായി കുട്ടി പോകുന്നതുണ്ട്. ഈ രണ്ട് ടൈപ്പിലാണെങ്കിലും കുട്ടി ഒരു സ്ഥാപനത്തിലെത്തിയാൽ ആ കുട്ടി അർഹിക്കുന്ന സന്തോഷവും സമാധാനവും കുട്ടിയുടെ ഒരു അവകാശമാണ്. അത് കുട്ടിക്ക് കിട്ടണം. ഇനി വീട് നിൽക്കുന്ന സമയത്ത് കുട്ടിക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ ആ പ്രയാസം തീരുകയും ചെയ്യണം. ഇപ്പം ഞാനിവിടെ ഇത് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഈ റമദാനിൻ്റെ മുമ്പ് നമ്മളെടുത്തെത്തിയ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവർക്ക് ഇവിടെ പഠനം തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു പ്രതിസന്ധി നേരിട്ടു. അപ്പം ഞാൻ രക്ഷിതാക്കളെയൊക്കെ ഓൺലൈനായി വിളിച്ചു കൂട്ടി അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചു. അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം മാത്രം പോരാ, കുട്ടികളുടെ അഭിപ്രായം വേണം. അതുകൊണ്ട് കുട്ടികൾക്ക് സമയം കൊടുക്കണം. നിങ്ങൾ കുട്ടികൾ ഒരു ദിവസം ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ വരാൻ പറഞ്ഞു. അവർ വന്നു. കുട്ടികൾ എൻ്റെ കൂടെ ഇരുന്നു. ഞാൻ അവരോട് വിഷയങ്ങളൊക്കെ വളരെ ഓപ്പണായിട്ട് ക്രിസ്റ്റൽ ക്ലിയറായി ഞാൻ അവരോട് സംസാരിച്ചതിന് ശേഷം എല്ലാവർക്കും പേഴ്സണലായി സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ, അതായത് ഒരു ഉസ്താദിനോട് പറയുന്ന പ്രഷറൊന്നും ഇല്ലാതെ അഭിപ്രായം പറയാൻ അവസരം കൊടുത്തവർ അഭിപ്രായം പറഞ്ഞു. ഒരു കുട്ടി സങ്കടം കൊണ്ട് കരഞ്ഞത് ഇവിടെ നിൽക്കാനുള്ള സങ്കടത്തിലല്ല, മറിച്ച് മറ്റൊരു സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ ആ കുട്ടിക്ക് സമയം കൊടുത്തു. ഇത് ഒരു 3 ദിവസമാണിത്. ഈ 3 ദിവസം സമയം കൊടുത്തിട്ട് നോക്കാൻ പറഞ്ഞു. ഈ 3 ദിവസം കൊണ്ട് ഈ പ്രശ്നം പരിഹാരമാകുന്നുണ്ടോ ഇല്ലേ? നിങ്ങളന്ന് വന്ന ദിവസം ഇപ്പം അൽഹംദുലില്ലാ ഇന്ന് വന്ന ഉടനെ ഞാൻ ആ കുട്ടിയെ കണ്ടു. ഞാൻ ചോദിച്ചു, എങ്ങനെ അതെല്ലാം തീർന്നു, റാഹത്തായി? അപ്പം ഈ കുട്ടികൾക്ക് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ സ്വതന്ത്രമായി പരിഹരിക്കാൻ വേദി കൊടുത്ത് അവരത് അനുഭവിച്ച് അങ്ങനെ അവർ നേട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യം ഒന്നാമത്തത്. പക്ഷെ ഇത് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ കരുതും, കുട്ടികൾ പറയുമ്പോൾ എല്ലാം ചെയ്തു കൊടുത്താൽ എവിടെയാണ് സന്തോഷമില്ലാത്തത്? അങ്ങനല്ല. കുട്ടികൾക്ക് നേടാവുന്ന ആത്മീയ ഭൗതിക നേട്ടങ്ങൾ അഥവാ സ്കില്ലിലുള്ള നേട്ടം, ഭൗതിക വിജ്ഞാനത്തിലുള്ള നേട്ടം, ആത്മീയ വിജ്ഞാനത്തിലുള്ള നേട്ടം, ഉദാഹരണത്തിന് ജാമിഅത്തുൽ ഹിന്ദ് പോലെയുള്ള മതപഠന സംവിധാനങ്ങളെ ഏകീകരിക്കുന്ന ഔദ്യോഗിക സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങൾ നടത്തുന്ന പരീക്ഷയിലും പരീക്ഷാ പ്രക്രിയകളിലെല്ലാം ഈ കുട്ടികൾക്ക് അവരർഹിക്കുന്ന ഉയർന്ന നേട്ടങ്ങൾ ഉണ്ടാകണം. പോരാ, അവരുടെ ജീവിതത്തിൽ ഇവിടെയായാലും നാട്ടിലായാലും എവിടെയായാലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മതമൂല്യങ്ങൾ, അത്തരം ആത്മീയ മൂല്യങ്ങൾ, ഈ മൂല്യങ്ങൾ കുട്ടികൾക്ക് അവരുടെ സ്വയം ഇഷ്ടപ്രകാരം അവർ കൊണ്ടു നടക്കുന്ന അവസ്ഥ ഉണ്ടാകണം. അവരിഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകണം. ഇത് കുട്ടികളുടെ അവകാശമാണ്. അതിനെ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇസ്ലാമിനെ ഇഷ്ടപ്പെട്ട് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്ന ഒരു ജീവിതാവസ്ഥ അവർക്കുണ്ടാകണം. ഒരു ഉസ്താദിനെയോ ഒരു രക്ഷിതാവിനെയോ പേടിച്ചിട്ടല്ലാതെ, ഒരു സമൂഹത്തെ പേടിച്ചിട്ടല്ലാതെ അവരിഷ്ടപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇസ്ലാം കൊണ്ട് നടക്കുന്ന വേഷം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഇബാദത്ത് കൊണ്ടുമെല്ലാം അത് കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. ഇത് കുട്ടികളുടെ അവകാശമാണ്. ഇത് കുട്ടികൾക്ക് നേടിക്കൊടുക്കുക. ഇതാണ് ഈ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ നമ്മൾ സ്ഥാപനത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് വളരെ നിർഗിപ്പിക്കാതെ ഒന്ന് അവസാനിപ്പിക്കാം. ഇവിടെ ഇപ്പോൾ ഉള്ള ഈ സംവിധാനത്തിൽ ഇത് നൂറുകണക്കിന് സംഭവങ്ങളിലെ ഒന്ന് മാത്രമാണെന്ന് കൂടി മനസ്സിലാക്കണം. ഒരു കുട്ടി
ആ കുട്ടി പിന്നെ ഒരു 3-4 മാസം മുമ്പായിരിക്കാം എൻ്റെ കൃത്യമായി ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഒരു ദിവസം തിരൂർ ഹാപ്പി സോണിലെ ലൈഫ് എൻറിച്ച്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നതിനോടനുബന്ധിച്ച് എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത് പറഞ്ഞു, ഒരു അത്യാവശ്യമായിട്ട് ഒരു മുതഅല്ലിമിനെ ഒന്ന് കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ വരാൻ പറഞ്ഞവർ വന്നത് പിതാവും മകനും കൂടിയാണ്. പിതാവ് നല്ല ഒരു പണ്ഡിതനാണ്, അധ്യാപനം നല്ല പരിചയമുള്ള ആളാണ്, ദീർഘകാലത്തെ പരിചയമുള്ള ആളാണ്. ഇവർ രണ്ടാളും കൂടെ വന്നു. ഞാൻ അവർ രണ്ടാളെയും കേട്ടൊരു സമയം ഞാനൊരു ധർമ്മസങ്കടത്തിലായിരുന്നു. എന്താണ് ആ ധർമ്മസങ്കടം എന്ന് ചോദിച്ചാൽ, ഈ കുട്ടി 4 വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട് ഈ 4 വർഷവും കുട്ടി അസുഖം അനുഭവിക്കുന്നു, വ്യത്യസ്തമായ അസുഖങ്ങൾ. അവസാനത്തെ 4 മാസം മൂത്രത്തിൽ ചോര വരുന്നു. നിരവധി ചികിത്സകൾ നടത്തിയിട്ട് ഫലം കാണുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ കുട്ടിയെ കൊണ്ടുവരുന്നത്. ഈ കുട്ടിയിൽ സത്യത്തിൽ ഈ രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് മാനസിക സംഘർഷം മൂലമാണ്. ഈ മാനസിക സംഘർഷം എന്ന് പറയുമ്പോഴും വേണം മനസ്സിലാക്കാൻ, മിനിയാന്ന് വെള്ളിയാഴ്ച മുദരിസുമാരുടെ ഒരു ട്രെയിനിങ് ഓൺലൈനായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 30-ലധികം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ ദർസിലുണ്ട്. അങ്ങനെയുള്ളൊരു മുദരിസ് എന്നോട് പറഞ്ഞു, എൻ്റെ മകനെ ഞാൻ ഹിഫ്ളിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അതിൽ അത്യാവശ്യം നല്ല സമീപനവും നല്ല പെരുമാറ്റമൊക്കെ ഉള്ള ഒരു ഉസ്താദിൻ്റെ അടുത്ത് തന്നെ ഞാൻ പഠിക്കാനാക്കി. എനിക്കറിയാവുന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചേർത്തിയിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ലീവിന് വന്നിട്ടുണ്ട്. പക്ഷെ ലീവിന് വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടെ മകൻ കരയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ പറഞ്ഞു, ഇന്നലെ ഞാനിങ്ങനെ കിടക്കുമ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ നിന്നെ ഉസ്താദ് അടിക്കലുണ്ടോ, എന്താണ് പ്രശ്നം? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എന്നെ അടിച്ചിട്ടില്ല, പക്ഷെ ഉസ്താദ് അടിക്കും. ഇത് പറഞ്ഞിട്ടാണ് കുട്ടി കരയുന്നത്. അവനെ ഉസ്താദ് അടിച്ചിട്ടില്ല, പക്ഷെ ഉസ്താദ് അടിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടി. എനിക്കിത് പറഞ്ഞപ്പോൾ മറ്റൊരു സംഭവം ഓർമ്മയായത്. ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു കുട്ടി ഒഴിഞ്ഞു വന്നു. ഈ ഒഴിഞ്ഞു പോകുന്ന സമയത്ത് അവരെന്നെ വിളിച്ചിരുന്നു. ഞാൻ ആ കുട്ടിയെ അഡ്രസ്സ് ചെയ്തു. ഈ കുട്ടി എന്തുകൊണ്ട് ഒഴിഞ്ഞു പോരുന്നു? ഇവന് 3 മാസമായിട്ട് തീരെ പഠിക്കാൻ പറ്റുന്നില്ല, 3 മാസമായിട്ട് തീരെ പഠിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒഴിഞ്ഞു പോരല്ലാത്ത വേറൊരു രക്ഷയില്ല. എല്ലാ ശ്രമവും നടത്തി, കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഈ കുട്ടിയെ അന്ന് എൻ്റെ കേസ് സ്റ്റഡീസിൽ അണ്ടർലൈൻ ചെയ്തു വെച്ചതാണ് ഈ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന്. 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞ് ഞാൻ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ വെച്ച് ഒരു കുട്ടി മറ്റൊരു കുട്ടിയോട് ഈ കുട്ടിയെ പറഞ്ഞിട്ട് പറയാണ്, ആ മോൻ നന്നായിട്ട് പഠിക്കുകയായിരുന്നു ആദ്യത്തെ 3-4 മാസം. പക്ഷെ പിന്നീട് ആ സ്ഥാപനത്തിലെ അധ്യാപകൻ വടിയെടുക്കാൻ തുടങ്ങി ക്ലാസ്സിൽ. അതിനുശേഷം ഈ കുട്ടിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. അവൻ ഇതുവരെ അടി കിട്ടിയിട്ടില്ല. അവൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷെ അവന് പഠിക്കാൻ പറ്റുന്നില്ല. അവസാനം ആ കുട്ടി പഠനം നിർത്തി. ഇതെനിക്ക് ഓർമ്മയാകുകയാണ്. ഇതേ വിഷയമാണ് ഈ ഉസ്താദ് പറയുന്നത്. അതായത് ഈ കുട്ടിയെ തല്ലിയിട്ടില്ല, ആ ഉസ്താദ് കഴിയിൽ വടിയുണ്ട് എന്ന ധാരണ ഈ കുട്ടിയുടെ മനസ്സിനെ ആശങ്കാകുലനാക്കുന്നു. എന്ന് മാത്രമല്ല, പലപ്പോഴും ഞാൻ ഹിഫ്ള് സ്ഥാപനങ്ങൾ ഒരുപാട് പഠന വിധേയമാക്കി. ഇത് ഏതെങ്കിലും സ്ഥാപനത്തെ ഉദ്ദേശിച്ച് പറയാണെന്ന് തെറ്റിദ്ധരിക്കരുത്, ഒരു വ്യവസ്ഥിതിയെക്കുറിച്ച് പറയാണ്. രക്ഷിതാക്കൾക്കും ഈ വിഷയം ബോധ്യമുണ്ടാകൽ അനിവാര്യമായൊരു കാലമാണിത്. അല്ലെങ്കിൽ നമ്മുടെ പഠന സംവിധാനങ്ങളും മതസ്ഥാപനങ്ങളും ഇനി പൊളിഞ്ഞ് ഇല്ലാതാകാൻ വരെ സാധ്യതയുള്ള ഒരു ദുരന്തവും കൂടിയാണിത് എന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇത്ര പബ്ലിക്കായിട്ട് ഇത് പരാമർശിക്കുന്നത്. അതായത് ഹിഫ്ളിൽ ഇൻ്റർവ്യൂവിൽ ഒരു പേജ് പഠിച്ച കുട്ടി, ആ കുട്ടി 1 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ശരാശരി ഒരു ദിവസം എത്ര പഠിച്ചിട്ടുണ്ട് എന്നത് കണക്ക് കൂട്ടി നോക്കിയാൽ ഒരു വരിയായി വരെ ചുരുങ്ങുന്നു. പഠിക്കുന്ന അളവ് കുറഞ്ഞു വരുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, കുട്ടികൾക്ക് മനസ്സിന് റാഹത്തും സന്തോഷവും ഇല്ലാതെ പഠിക്കുന്ന പഠനം വിജയിക്കുകയില്ലെന്ന് മാത്രമല്ല, ഞാൻ തുടങ്ങി വെച്ച സംഭവം നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. 4 മാസം തുടർച്ചയായി മൂത്രത്തിൽ ചോര വന്നിരുന്ന കുട്ടി അന്ന് ഈ സ്ഥാപനത്തിൽ ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. രക്ഷിതാവ്, ആ കുട്ടി ഇവിടെ ഉണ്ട്. ഒരാഴ്ച ആ കുട്ടി ഞാനീ പറഞ്ഞ മൂമെൻറ്റിലേക്ക് വരുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു? രോഗം നിൽക്കുന്നു എന്ന് മാത്രമല്ല,
പിന്നീടുള്ള 4-5 കുറഞ്ഞ മാസങ്ങൾക്കിടയിൽ, ഒരു 3-4 മാസങ്ങൾക്കിടയിൽ 1 വർഷം പഠിക്കേണ്ടിയിരുന്ന പാഠഭാഗങ്ങൾ കുട്ടി ഒരു അധ്യാപകൻ്റെ പഠിപ്പിക്കലില്ലാതെ സ്വയം പഠിച്ചെടുക്കുന്നു. ആ കുട്ടിക്ക് പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞാൽ +1-ൻ്റെയോ +2-ൻ്റെയോ ഒന്നും എനിക്ക് ഓർമ്മയില്ല, പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞാൽ സാധ്യമേ അല്ലായിരുന്നു, സങ്കല്പം പോലും അല്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അൽഹംദുലില്ലാ കുട്ടി ഭംഗിയായി പഠിച്ച് പരീക്ഷ എഴുതി. എന്ന് മാത്രമല്ല, തുടക്കത്തിൽ എൻ്റെ കൂടെ ഹാപ്പി സോണിൻ്റെ സെൻറ്ററിൽ ആ കുട്ടിയെ നിർത്തുന്ന സമയത്ത് സ്വന്തം ഭക്ഷണം പാചകം ചെയ്താണ് ഈ +1-കാരൻ ഭക്ഷണം കഴിക്കുന്നത്. സ്വന്തം പാചകം ചെയ്തിട്ടാണ് കുട്ടി ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ചെയ്ത് സ്വയം കുട്ടി പഠിക്കുന്നു. എന്ന് മാത്രമല്ല, ലീവിന് വേണ്ടി ഒരു വ്യാഴാഴ്ച കുട്ടിക്ക് നാട്ടിൽ പോകാൻ സമ്മതം കൊടുത്തു. ശനിയാഴ്ച വരുന്നോ എന്ന് ചോദിച്ചു. ശനിയാഴ്ച വരാമെന്ന് പറഞ്ഞ കുട്ടി വെള്ളിയാഴ്ച വൈകുന്നേരം ആവുമ്പോഴേക്ക് സ്ഥാപനത്തിലെത്തി എന്നാണ് എൻ്റെ ഓർമ്മ. എന്ന് മാത്രമല്ല, വേണമെങ്കിൽ ആ രക്ഷിതാവ് ഈ സദസ്സ് നിങ്ങളോട് സംസാരിക്കും, ആവശ്യമുണ്ടെങ്കിൽ. ആവശ്യമില്ലാന്ന് ഞാൻ കരുതുന്നത്. അതായത് ഈ 4 വർഷത്തിനിടയിൽ ആ കുട്ടി വീട്ടിലെത്തിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നു, അതുപോലെ മറ്റു സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നു. വീട്ടിൽ സ്വഭാവത്തിൽ ആ കുട്ടി വളരെ സൗമ്യനായി മാറുന്നു. ഒരുപാട് മാറ്റങ്ങൾ ആ കുട്ടിയിൽ ഉണ്ടാകുന്നു. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ടല്ല ആ കുട്ടി അത് ചെയ്യുന്നത് എന്നതാണ് അതിലെ മറ്റൊരു സവിശേഷത. ഞാൻ പറയുന്നത്, ഈ സ്ഥാപനത്തിൽ നിന്ന് മുന്നോട്ട്, ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിലെ പ്രധാന രീതികൾ നമ്മൾ ഒന്നിച്ച്, രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരൊക്കെ ഒന്നിച്ചൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിലെ ഒന്നാമത്തെ വ്യക്തി വിദ്യാർത്ഥികളാണ്, രണ്ടാമത്തെ വ്യക്തി നമ്മൾ രക്ഷിതാക്കളും അധ്യാപകരുമാണ്. നമ്മൾ 2 കൂട്ടരും കൂടി ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ വെച്ചൊരു കുട്ടി എല്ലാം പഠിക്കുക, വീട്ടിൽ വെച്ച് നമ്മൾ, അതായത് കുട്ടി വടക്കോട്ടും നമ്മൾ തെക്കോട്ടും, ഇങ്ങനെ ആകാൻ പറ്റൂല നമുക്ക്. കുട്ടി എന്താണോ പഠിക്കുന്നത് ആ മൂല്യങ്ങളൊക്കെ നമ്മൾ രക്ഷിതാക്കളും കൂടി പരിശീലിക്കുക എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ബേജാറാവും, പഠിച്ചോനെ അടുത്ത ആഴ്ച മുതൽ ഞങ്ങളും കൂടി ഇവിടെ പഠിക്കിത്താവെടുത്ത് വരേണ്ടിവരൊന്ന് ബേജാറാകേണ്ടതില്ല. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചെയ്യേണ്ടത് ഇത്രയാണ്. പഴയ കാലത്തെ പോലെ എപ്പോഴും ഇങ്ങോട്ട് വരികയും വേണ്ട. എപ്പോഴും എന്ന് പറഞ്ഞാൽ ആഴ്ച തോറൊന്നും വരണ്ട. നിങ്ങൾ ആഴ്ച തോറും വീട്ടിൽ 1 മണിക്കൂർ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ ഒരു മീറ്റിംഗ്, ഒരു ഉസ്താദുമാരുടെ നേതൃത്വത്തിലൊരു മീറ്റിംഗ് ഉണ്ട്. വലിയ ക്ലാസ്സൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു വിലയിരുത്തൽ. ആ വിലയിരുത്തലുകളിൽ നമ്മളും പങ്കെടുക്കും. 1 മണിക്കൂർ മാറ്റി വെക്കുക. അത് ജോലിയുള്ളിടത്തിലാണെങ്കിൽ 1 മണിക്കൂറൊക്കെ ഏത് ജോലിയിൽ നിന്നും ആരും എഫ് തരും. അപ്പോൾ അത് കഴിയുന്ന രാത്രിയുമാണ് മിക്കവാറും ഉണ്ടാകുകയും ചെയ്യുക. അപ്പോൾ രാത്രിയാകുമ്പോൾ രാത്രി ജോലിയുള്ളവർ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് യാതൊരു കുറവും വരുത്താതെ അതിൽ പങ്കെടുക്കുകയും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും മറ്റുമൊക്കെ ചിലപ്പോൾ പങ്കുവെക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതുണ്ടാകും. ചില സമയത്ത് നമ്മൾ വിദ്യാർത്ഥികളുടെ പുരോഗതി ആഴ്ചതോറും നിങ്ങൾക്ക് കൈമാറുക എന്നതാണ് നമ്മുടെ ഇപ്പോഴുള്ള ലക്ഷ്യം. അഥവാ അതിന് മുടക്കം വരികയാണെങ്കിൽ ചുരുങ്ങിയതൊരു മാസത്തിലൊരിക്കലെങ്കിലും കുട്ടികളുടെ പുരോഗതിയൊക്കെ വിലയിരുത്തി അത് നിങ്ങൾക്കും ബോധ്യപ്പെടണം. നാട്ടിൽ വരുമ്പോഴൊക്കെ കുട്ടിയിൽ പുരോഗതി ഉണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ ദയവായിട്ട് തല്ലോ ചീത്ത വിളിക്കുകയോ നിർബന്ധിക്കുകയോ ഒന്നും ചെയ്യേണ്ട. നിസ്കാരത്തിലോ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങളാകെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉസ്താദിനെ നിങ്ങൾ വിവരം അറിയിക്കുക. ഇവിടെ മേശൻ്റെ ഇടയിൽ ചൂരലുണ്ട് എന്നല്ല, കുട്ടികൾ നേരെയാകും. ഞങ്ങൾ കുട്ടിയെ ചീത്ത വിളിക്കൂല, കുട്ടിയെ തല്ലൂല. ഇൻഷാ അല്ലാഹ് കുട്ടികൾ നേരെയാകും. അള്ളാഹുവിൻ്റെ ആ തൗഫീഖ് കൊണ്ട്, നമ്മൾ ഉസ്താദുമാരെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അത് നടക്കും. എന്നാൽ അതിൻ്റെ പേരിൽ കുട്ടികൾ അപമാനിക്കപ്പെടുകയോ കുട്ടികൾ വേദനിക്കപ്പെടുകയോ ഇല്ല. ഈ രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് തന്നെ സമ്മതം കൊടുക്കും. രക്ഷിതാക്കളെ കൊണ്ട് രക്ഷിതാക്കൾക്ക് പറയാനുള്ള ഏതഭിപ്രായവും ഉസ്താദുമാരോട് പറയാം. ഉസ്താദിൻ്റെയും രക്ഷിതാവിൻ്റെ ഇടയിൽ ഒരു ഹിജാബ്, ഒരു മറ പാടില്ല. അവിടെ ഒരു മറയുമില്ലാത്ത, വളരെ ക്ലിയറായിട്ട് ട്രാൻസ്പെറൻ്റായ, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ യാതൊരു പ്രയാസവും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകണം. അതിലെല്ലാ സന്തോഷവും സങ്കടവും പരസ്പരം പങ്കുവെക്കാൻ പറ്റും വിധം വളരെ സുദൃഢമായ ഒരു ബന്ധം. എന്ന് മാത്രമല്ല, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പൊതുവായ രീതി, സ്ഥാപനത്തിനൊരു മാസം വരുന്ന ചിലവ് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് രക്ഷിതാക്കൾക്ക് ഷെയർ ചെയ്യും. രക്ഷിതാക്കൾ ആ പെയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതേസമയത്ത് ഏതെങ്കിലും ഒരു രക്ഷിതാവിനത് പറ്റാതിരിക്കുന്ന പക്ഷം അതിൻ്റെ പരിഹാരം കാണാൻ നമ്മൾ ശ്രമിക്കും. ഇൻഷാ അല്ലാഹ് അതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകൂല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്ന വിഷയത്തിൽ പ്രത്യേക വാഗ്ദാനങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് നൽകുന്ന പരിഗണന, സൗകര്യങ്ങളിലും സംവിധാനങ്ങളിലും അവരുടെ മാനസികാവസ്ഥയിലെല്ലാം അതിൻ്റെ ഒരു നിറത്ത് മുന്നിലല്ലാതെ, ഒരു
ഖദർ മുന്നിലല്ലാതെ പിന്നിൽ ഇൻഷാ അല്ലാഹ് ഈ മക്കളെ ആക്കുകയില്ല എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലൊക്കെ തുറന്ന് പറയാം. എന്തെങ്കിലും പ്രത്യേകിച്ച് ആശങ്കകളുണ്ടെങ്കിൽ തുറന്ന് പറയാം. അതുപോലെ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കുട്ടികൾ വന്നാൽ പരീക്ഷ നടത്തി കുറച്ച് കുട്ടികളെ എടുക്കും, കുറച്ച് കുട്ടികളെ തള്ളും ഇല്ല. ആദ്യം വരുന്ന വിദ്യാർത്ഥികളെ എടുക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രീൻ ചെയ്യും. സ്ക്രീനിങ് ചെയ്യുന്നത് ഒഴിവാക്കാനല്ല, മറിച്ച് അവർക്ക് കൊടുക്കേണ്ട ഖദർ എന്താണെന്നറിയാനും അവരിവിടെ വന്നതിന് ശേഷമുള്ള നേട്ടങ്ങളും ഉയർച്ചകളും മനസ്സിലാകാനാണ്. അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ടാണ് സ്ക്രീനിങ് ചെയ്യുന്നത്. അല്ലാതെ വരുന്ന ഒരു കുട്ടികളിൽ നിന്ന് ഇത്ര പേരെടുത്ത് ഇത്ര പേരെ തള്ളുക, ഗുണമുള്ളെണ്ണം എടുത്ത് തള്ളുക, ആ പരിപാടി ശരിക്ക് നാം വിശ്വസിക്കുന്ന സംവിധാനത്തിലെ അപര്യാപ്തതയാണ്, അപജയമാണ്, പാടില്ലാത്തതാണ്. പകരം ആദ്യം വരുന്ന വിദ്യാർത്ഥികളെ എടുക്കും, നമുക്കെടുക്കാൻ പറ്റുന്ന അളവിൽ എടുക്കും. എടുത്തിട്ട് എടുക്കുന്ന സമയത്ത് സ്ക്രീനിങ് ചെയ്യും, അവർക്ക് ആവശ്യമുള്ള വിജ്ഞാനം കൊടുക്കും, അവരുടെ കൂടെ നമ്മളും സഞ്ചരിക്കും. ഫലങ്ങൾ തരുന്നത് റബ്ബാണ്, ഹിദായത്ത് തരുന്നവൻ റബ്ബാണ്. നമ്മൾ അതിൽ വഴി കാണിക്കുകയും ഇന്നമാ അലൈക്കൽ ബലാ, നമ്മളെ ആകെയുള്ള പണി ശ്രമമാണ്. ഈ ശ്രമം നമ്മൾ നടത്തുന്നു, അള്ളാഹു ഫലം തരും. നമ്മൾ ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിലാണ് ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത്. ആ ഹദീസിൻ്റെ ആശയം ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശദീകരണം വരേണ്ടത് ഇങ്ങനെയാണ്: ഓരോ കുട്ടിയുടെയും അടിസ്ഥാന ആഗ്രഹം നല്ലവനാകാനാണ്. ഓരോ മനുഷ്യക്കുഞ്ഞിൻ്റെയും അടിസ്ഥാന ആഗ്രഹം നല്ലവനാകാനാണ്. പിന്നെ ഒരു കുട്ടി ദുഷിക്കുന്നുണ്ടെങ്കിൽ ഫഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സുറാനിഹി, അവനിലുള്ള അപജയം അവൻ്റെ മാതാപിതാക്കളോ ഗുരുനാഥന്മാരോ മുതിർന്നവരോ ആയ അവൻ്റെ പരിസരമാണ്. അതാണ് അതിൻ്റെ യഥാർത്ഥ അപജയ കാരണം. അപ്പോൾ ഒരു കുട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഈ രീതിയിലാണ് എന്ന് മനസ്സിലായാൽ അവിടെ നിന്ന് അങ്ങോട്ട് എളുപ്പമാണ്. എനിക്ക് ചെറിയൊരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്താനുള്ളത്, വീട്ടിൽ വരുമ്പോൾ മക്കളിൽ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒറ്റ മാസം കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് മുത്തക്കിയായി ആകാശത്തു നിന്നിങ്ങനെ കടലാസും കെട്ടി നൂലുമ കെട്ടി ഇറക്കുന്ന രീതിയിൽ അങ്ങനെ നന്നാക്കുന്ന പ്രക്രിയയൊന്നുമില്ല. അപജയങ്ങളൊക്കെ മനസ്സിലാക്കി കണ്ട് ബോധ്യപ്പെട്ട് നിരന്തരം ഇടപെട്ട് നമ്മളും മക്കളും നമ്മളൊക്കെ ഒരുപാട് നന്നാകാനുണ്ട്. അങ്ങനെ നമ്മളും നന്നാകണം, നമ്മളെ മക്കളും നന്നാകണം. അല്ലാതെ നമ്മളൊരു മുത്തക്കിയും എല്ലാവരെയും നന്നാക്കുന്നൊരു മനുഷ്യനും ബാക്കിയുള്ളവരൊക്കെ മോശവും അങ്ങനെയല്ല. മറിച്ച് ഏതൊക്കെയാണോ നന്നാകാനുള്ള ഭാഗങ്ങൾ അത് അവസരോചിതമായി നമ്മൾ ഇടപെടുന്നു, പ്രവർത്തിക്കുന്നു, നമുക്ക് ഉയരങ്ങളിലേക്ക് പോകുന്നു എന്നതല്ലാതെ മക്കളെ പല കാരണങ്ങളാൽ ന്യൂനത കാണുമ്പോഴേക്ക് കുറ്റപ്പെടുത്തുകയും നിരൂപിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യാതിരിക്കുക. മക്കളോട് വരുന്ന പെരുമാറ്റവും നല്ലതാകണം എന്ന് തന്നെയാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗനിർദ്ദേശവും മാതൃകയും അങ്ങനെയാണ്. നബി തങ്ങൾ ഫാത്തിമാനോട് ഒരിക്കൽ പോലും ചീത്ത വിളിക്കുകയോ തല്ലോ ഒന്നും ചെയ്ത് വളർത്തിയതല്ല. ആ വകയിൽ ഫാത്തിമാക്കൊരു കുറവും പറ്റിയിട്ടില്ല റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ നമ്മൾ ഹസനെയും ഹുസൈനെയും മുഹ്സിനെയും ഇവരെയൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ച് ഉഷാറാക്കിയിട്ടുണ്ട്. അതൊന്നും അടിച്ചിട്ടും കുത്തിയിട്ടും ചീത്ത വിളിച്ചിട്ടും ഒന്നുമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിലും കാണാം. അക്രിമു ഔലാദക്കും, മക്കളോട് വീട്ടിലെത്തിയാൽ ബഹുമാനപൂർവം സമീപിച്ച് ശീലിച്ചാൽ തന്നെ ഏറെക്കുറെ പരിഹാരങ്ങളാകും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു മോശം മക്കളിലുണ്ടെങ്കിൽ മിണ്ടേണ്ടതില്ല എന്നല്ല. മോശം മക്കളുടെ മക്കളിലുള്ളത് ശ്രദ്ധയിൽപ്പെട്ടാൽ, രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരത് എന്ത് ചെയ്യണം? അറിയിക്കണം. അവരുടെ മെൻറ്ററാണ് ഉസ്താദ്, ആ ഉസ്താദിനെ അവരത് അറിയിക്കണം. ഇതിൻ്റെ ഒരു അറിയിക്കുന്നതിൻ്റെ ഒരു SOP എന്ന് പറയുന്നത്, സിസ്റ്റം ഓപ്പറേഷണൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ കുട്ടിക്കും നമ്മൾ ഉസ്താദുമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അറിയൂ. ആ ഉസ്താദുമാരെ നിങ്ങൾക്ക് വിവരം അറിയിക്കാം. എന്നിട്ട് അഥവാ പരിഹാരമായിട്ടില്ലെങ്കിൽ സ്ഥാപനത്തിൽ തന്നെ ഒരു സുപ്രീം ഹെഡ് ഒരാൾ എന്തായാലും ഉണ്ടാകും. അവിടെ അറിയിച്ചിട്ട് നിങ്ങൾക്ക് പരിഹാരമാകുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10 ഇൻഷാല്ല ഈ വർഷം 20 സ്ഥാപനങ്ങളുടെ ഹെഡായിട്ട് ഇൻഷാല്ല വർക്ക് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അൻവർ ഹസനി ഉസ്താദാണ്. അൻവർ ഹസനി ഉസ്താദിൻ്റെ നമ്പർ നിങ്ങളുടെയൊക്കെ കയ്യിൽ കിട്ടും. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിച്ചു വാങ്ങാം. ആ ഉസ്താദിനോട് നിങ്ങൾക്ക് വിവരം അറിയിക്കാം. വല്ല കാരണവശാലും അവിടെ അറിയിച്ചിട്ടൊരു പരിഹാരം ഇല്ലയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ 20 എത്ര സ്ഥാപനങ്ങളാണ്, ഈ സ്ഥാപനങ്ങളെല്ലാം ഓരോ രക്ഷിതാവിൻ്റെ മുമ്പിലും ഞാൻ മസൂലാണ്. ആ കുട്ടിയുടെ നിസ്കാരത്തിലോ ഇബാദത്തിലോ പഠനത്തിലോ പോരായ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ മസൂലായിരിക്കും.
ഇൻഷാ അല്ലാഹ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഈ ഇടപെടുന്നത് എന്നതിൻ്റെ അർത്ഥമല്ലാതെ ഒരു അഹങ്കാരം പറയല്ല, വസ്ന് സ്ട്രക്ചർ ഇന്നതാണെന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം അത് നിങ്ങൾ രക്ഷിതാക്കൾക്ക് മനസ്സിലാകണമല്ലോ. ഒരു കുട്ടിയോട് നമ്മൾ പറയുന്നത്, ഇവിടെ നീ ജോയിൻ ചെയ്താൽ നിനക്ക് മനസ്സമാധാനം കിട്ടണം, നിനക്ക് പഠനത്തിലും ഈ ഇബാദത്തിലും എല്ലാ വിഷയത്തിലും പുരോഗതി ഉണ്ട്, അത് നിൻ്റെ അവകാശമാണ്. അതിലെവിടെയെങ്കിലും ഒരു പോരായ്മ ഉണ്ടെന്ന് തോന്നിയാൽ, ഒരു വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിൽ പ്രയാസം ഉണ്ടാകുന്നു, അങ്ങനെ ഏത് തരത്തിലൊരു പ്രയാസമുണ്ടോ നിനക്ക് ഈ മെൻ്ററായ നിൻ്റെ ഉസ്താദിനോട് സമീപിക്കാം. ഭയം എന്നത് നിൻ്റെ ജീവിതത്തിൽ പാടില്ല, ആവശ്യമില്ല. ഉസ്താദിനെ പേടിക്കേണ്ടതില്ല, ഉസ്താദിനോട് ബഹുമാനമാണ് വേണ്ടത്. പേടി, നീ പാമ്പിനെ പേടിച്ചോ, വിഷമുള്ള പാമ്പിനെ, അങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ തെരുവ് നായ്ക്കളുണ്ടാകും കടിക്കുന്നത്, അതിനൊക്കെ നീ പേടിച്ചു. ഉസ്താദിനെ നീ പേടിക്കണ്ട, ഉസ്താദിനോട് ബഹുമാനം ഉണ്ടാകണം, സ്നേഹം ഉണ്ടാകണം. നിനക്കൊരിക്കലും ആ ഉസ്താദിൻ്റെ അടുത്തുനിന്ന് പരിഹാരം ഇല്ലാതിരിക്കൂല. ഇനി അഥവാ ബൈ ചാൻസ് ഒരു പരിഹാരം കിട്ടാതെ പോയെന്ന് തോന്നുകയാണെങ്കിൽ നിനക്ക് നേരെ സുപ്പീരിയർ ഉസ്താദ് ഇന്ന ആളുണ്ട്, നിനക്ക് അവരെ സമീപിക്കാം. അവിടെ ശരിയാകുന്നില്ലേ, നിനക്ക് എനിക്ക് അൻവർ ഉസ്താദിൻ്റെ നമ്പർ വേണമെന്ന് പറഞ്ഞാൽ ഒരാളും ബ്ലോക്ക് ചെയ്യൂല, നിനക്ക് വിളിക്കാൻ അവസരം ഉണ്ടാക്കി തരും, അവിടെ വിളിച്ച് പറയാം. ബൈ ചാൻസ് നിനക്ക് അവിടെ പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ കണക്കാക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം സ്ഥാപനങ്ങളിൽ എത്തണമെന്നാണ്, ഫിസിക്കലി എത്തണമെന്നാണ്. പറ്റിയിട്ടില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസത്തിൽ ഒരു തവണ ഞാൻ നിർബന്ധമായും നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം ഒരു ദിവസം ഞാൻ ഉണ്ടാകും. ആ ദിവസം ഓരോ കുട്ടിയെയും ഞാൻ അഭിമുഖീകരിക്കും, ഓരോ കുട്ടിയെയും. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് പറയാം. അങ്ങനെ വല്ല കാരണവശാലും അപൂർവങ്ങളിൽ അത്യപൂർവമായി പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്ക് പറയാം, കൂടെ ഞാൻ ഉണ്ടാകും. അപ്പം ഇൻഷാ അല്ലാഹ് ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയറും രൂപവും ഘടനയൊക്കെ. പഠന സംവിധാനങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ ക്രമത്തിൽ പിന്നീട് ഞാനത് ഉണർത്തും. അതായത് പല പഠന പ്രയാസങ്ങളോ അല്ലെങ്കിൽ പഠന പിന്നോക്കമുള്ളവർക്ക് ഉണ്ടായേക്കാം, അതും കൂടി മനസ്സിലാക്കണം. അതായത് ചിലപ്പോൾ ചില കുട്ടികൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം വ്യക്തിപരമായി തന്നെ ഇൻഡിവിജ്വലായി തന്നെ ആ കുട്ടികൾക്ക് നൽകുക എന്നതാണ് നമ്മുടെ സ്ഥാപനത്തിലെ പഠന അധ്യാപന രീതി. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് ക്രമേണ നിങ്ങൾക്കത് മനസ്സിലാക്കി തരും. അതിനു വേണ്ടി പ്രത്യേകം വിളിച്ചു കൂട്ടും. ഇന്നിവിടെ വിളിച്ചു കൂട്ടുമ്പോൾ ഒരുപക്ഷെ ഭാവിയിലുള്ള ആ ഒരു പുരോഗതിയുടെ അളവ് മനസ്സിലാക്കാൻ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയില്ല. ഫാന് വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇനി ഒരിക്കലിരിക്കുമ്പോൾ അള്ളാഹു ഇതിൽ നിന്ന് വലിയൊരു മാറ്റം തരുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ് റൂമിലും അവരുടെ ഈ സ്ഥലങ്ങളിലൊക്കെ AC സംവിധാനം ഒക്കെ ആയിട്ടുണ്ട്. അതൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. ഇതിനൊക്കെ വേണ്ടി, ഇത്തരം സംവിധാനങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, അൻവർ ഉസ്താദ് ഉൾപ്പെടെയുള്ള, ഷരീഫ് ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഉസ്താദുമാരെല്ലാവരും അവർ യാതൊരു പ്രതിഫലേച്ഛയില്ലാതെ, ഒരു ശമ്പളം പോലും മുന്നിൽ കാണാതെ പൂർണ്ണമായി സമർപ്പണ മനോഭാവത്തോടെ ഇറങ്ങി പുറപ്പെട്ട ഉസ്താദുമാരെ മാത്രമേ ഞങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ശമ്പളം കൊടുക്കില്ല എന്നുള്ളതല്ല, അത് മറ്റു വിഷയങ്ങൾ. ഞാൻ പറഞ്ഞത് അത്രയും മനസ്സോടെ ഇറങ്ങി പുറപ്പെട്ടവരാണ് ഈ ഉസ്താദുമാർ. അവരുടെ ആ ശ്രമങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് രക്ഷിതാക്കൾ എന്തും ചെയ്യാം എന്ന്, അതായത് 1 രൂപ നൽകാൻ പറ്റുന്നവരും പുഞ്ചിരി നൽകാൻ പറ്റുന്നവരും 1 ലക്ഷം നൽകാൻ പറ്റുന്നവരൊക്കെ ഉണ്ട്. എല്ലാവരും അവർക്ക് നൽകാവുന്നതിൻ്റെ പരമാവധി നൽകുകയും കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ദുനിയാവിൽ പകരം ഒന്നും തരാൻ നമ്മളടുത്തില്ല. ആഖിറത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലിൽ ഏറെ പ്രതീക്ഷയോടെ, യാതൊരു വെപ്രാളവും ഇല്ലാതെ, ഭയവും വിഹുലതയൊന്നും ഇല്ലാതെ റഹ്മാനായ റബ്ബിൻ്റെ ലിഖാഇന് ഭാഗ്യമുള്ളവരായി അവിടെ നല്ല അന്തസ്സോടെ ഇൽമിൻ്റെ അഹ്ലുകാരാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇർഫിൻ്റെ അനന്തരാവകാശത്തിൻ്റെ വക്താക്കളാകാൻ ശ്രമിച്ചവരാണെന്ന ആ ഒരു അഡ്രസ്സിൽ നല്ല ധൈര്യത്തോടെ അവിടെ ഒരുമിച്ച് കൂടാനുള്ളൊരു സബബാക്കി അള്ളാഹു ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ പിന്നെ വിദേശത്തുള്ള ചില രക്ഷിതാക്കൾ അവരൊക്കെ എന്തു വേണമെങ്കിലും നൽകാം, നമ്മുടെ മക്കളുടെ ഉയർച്ചയും സന്തോഷവും പ്രതീക്ഷ കണ്ടപ്പോൾ അങ്ങനെ
5 AC തരാമെന്ന് പറഞ്ഞ് രക്ഷിതാവുണ്ട്. അള്ളാഹു അവരുടെ ജീവിതത്തിൽ ഉയരങ്ങൾ നൽകുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും അള്ളാഹു അതിൻ്റെ മടങ്ങുകൾ പ്രതിഫലമായി ഉയർച്ചയായി ദുനിയവിയായ ഉഖ്റവിയായ നേട്ടങ്ങളായി അള്ളാഹു നൽകുമാറാകട്ടെ. ഇതിൽ സഹായിച്ച സ്നേഹിച്ച എല്ലാവർക്കും എല്ലാ ദുനിയവിയായ ഖൈറാത്തുകൾ അള്ളാഹു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഈ പറഞ്ഞതിലോ ഈ ശ്രമിച്ചതിലോ എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഞങ്ങളെ അപാകതകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ പടച്ചോനെ നീ എല്ലാം പരിഹരിച്ച് ഞങ്ങളെല്ലാവരിൽ നിന്ന് ഇത് കബൂൽ ചെയ്യണേ റഹ്മാനെ. മക്കൾ ഉന്നതരാവുക, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നത് ഒരു രക്ഷിതാവ് ചെയ്യുന്നൊരു സ്വാലിഹായ അമലാണ്. പടച്ചോനെ, ഈ രക്ഷിതാക്കൾ ഇവിടെ മക്കളെ ചേർക്കാൻ വേണ്ടി ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയ ഈ ഒരുക്കം തന്നെ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അള്ളാഹ്. അതിന് മുഖാബില് എന്തൊക്കെയാണോ ഞങ്ങൾക്ക് ദുനിയവിയായ ആവശ്യങ്ങളുള്ളത്, വീട്, വിവാഹം, പഠനം, ജോലി, മക്കള്, എല്ലാറ്റിലും നീ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഖൈറുകൾ നൽകണേ അല്ലാഹ്. റബ്ബേ, എല്ലാ ഷർറുകളിൽ നിന്നും കാക്കണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്ത് ഞങ്ങളെ കൽബിൽ രക്ഷിതാവായ യജമാനനായ ഉടമസ്ഥനായ നീ പൊരുത്തപ്പെടാത്ത ഒരു ചിന്ത ഞങ്ങളെ കൽബിൽ വരാതെ ജീവിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ ജീവിതത്തിൽ ശത്രുവായ ഒരു മൂമിന് വരുന്നൊരവസ്ഥ തരാതെ ജീവിപ്പിക്കണേ റഹ്മാനെ. എപ്പോഴും നല്ല ഖാലിസായ ഈമാനോടെ കൽബോടുകൂടെ ജീവിക്കാൻ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ഒരിടത്തും മറ്റൊരാളുടെ മുമ്പിൽ തല കുനിപ്പിക്കാതെ ഇസ്സത്തോടെ ജീവിപ്പിക്കണേ റഹ്മാനെ. സഹായിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെതിരെ സഹായിക്കരുത് റഹ്മാനെ. ഞങ്ങൾക്ക് ഇസ്സത്ത് തരണേ അല്ലാഹ്. ദില്ലത്ത് തരരുതേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഓഷാരമായി നൽകണം റഹ്മാനെ. നീ എല്ലാത്തൊരാളിലേക്കും ഞങ്ങളെ മടക്കരുതേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബേ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദ് ഹാമിദ് ഉസ്താദ്, അതുപോലെ സിബത്ത് ഉസ്താദ്, കുഞ്ഞിമോൻ ഉസ്താദ് തുടങ്ങിയ ഉസ്താദുമാർ, അവർ ആ റഹ്മത്തോടുകൂടെ ഈ സംവിധാനത്തിൽ വരികയും ആശീർവദിക്കുകയും ഇതിനൊരു രക്ഷിതാക്കളെ പോലെ കൂടെ നിൽക്കുകയും ചെയ്തത് നീ കബൂലാക്കണേ അല്ലാഹ്. നല്ല ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ മഹാന്മാരെയൊക്കെ നീ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയർത്തിത്തരണേ അല്ലാഹ്. ഞങ്ങളെ അസാധ്യതത്ത്, ഞങ്ങളെ മശായിഖുമാർ, ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെല്ലാവർക്കും നീ ദുനിയവിയായ എല്ലാ ഖൈറുകളും നൽകണേ അല്ലാഹ്. ഉഖ്റവിയായി ഞങ്ങളെ മഖ്ബൂലീങ്ങളാക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. ഇന്ന് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയത് മിസ്ബാഹുൽ ഹുദ എന്ന ഒരു കമ്മിറ്റി, അവരുടെ സ്ഥാപനമാണിത്. അവരൊരുമിച്ച് കൂടി വളരെ സന്തോഷത്തോടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തുകൊണ്ട് ഈ സ്ഥാപനം നമുക്ക് അനുവദിച്ചു നൽകി. ആ കമ്മിറ്റിക്കാർക്ക് അല്ലാഹുവേ നീ എല്ലാ ഖൈറും നൽകണേ റഹ്മാനെ. ഇതിൻ്റെ തുടക്കം മുതൽ ആരൊക്കെ ഇതിനു വേണ്ടി എപ്പോഴൊക്കെ സഹായിച്ചിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ, എല്ലാവർക്കും നീ വലിയ ഖൈറാത്തുകൾ പ്രതിഫലമായി നൽകണേ റഹ്മാനെ. റബ്ബേ, ഈ നാട്ടിലും ഈ കമ്മിറ്റിയിലും എല്ലാറ്റിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇൻഷാ അല്ലാഹ് അൻവർ ഉസ്താദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി കൂടുതലായി സംസാരിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ സമയമല്ല. നിങ്ങൾ ചെറിയ ചൂട് കൂടുതലുള്ള ഒരു രൂപത്തിലാണ് ഇപ്പം നിലവിലുള്ളത്. ഇൻഷാ അല്ലാഹ് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ എല്ലാ റൂമിലും AC ഫിറ്റ് ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഫിറ്റ് ചെയ്യുന്ന ആളുകൾ വരാത്തതുകൊണ്ടാണ്. അതുപോലെ മക്കൾക്ക് വാഷിംഗ് മെഷീന്, ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് തീർമാറാകട്ടെ. ആമീൻ. ഇനി നമ്മുടെ പുതിയ കുട്ടികൾക്ക് അവരെ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ കൗൺസിലിംഗ് നമ്മൾ നേരത്തെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ രക്ഷിതാക്കളോട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നടക്കേണ്ടത് രജിസ്ട്രേഷനും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും രക്ഷിതാക്കൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മോട് പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാനും ഉസ്താദുമാർ ഈ റൂമിൽ 2 ഉസ്താദുമാരുണ്ടാകും സംസാരിക്കാൻ, രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി. പുരുഷന്മാരായ രക്ഷിതാക്കൾ നമ്മുടെ ആ ഉസ്താദുമാരുടെ റൂമിലും, സ്ത്രീകൾ അപ്പുറത്ത് ആ ബോർഡ് റൂമിൽ, ആ തലക്കിലുള്ള ചെറിയ റൂമിലും
ചെന്ന് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ അവിടെ നടക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പുരുഷന്മാരായ രക്ഷിതാക്കൾ അവിടേക്കും സ്ത്രീകൾ അവസാനത്തെ റൂമിലേക്കും എത്തിച്ചേർന്നാൽ അവിടെ രജിസ്ട്രേഷൻ നടക്കും. ഇവിടെ ഉസ്താദുമാർ മക്കളുമായി ബന്ധപ്പെട്ട നമ്മൾ കേൾക്കേണ്ട, നമ്മൾ ഉസ്താദുമാരോട് നിങ്ങൾക്ക് ആ മക്കളെ കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ കേൾക്കാൻ ഉസ്താദുമാർ ഇവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സദസ്സിൽ വന്ന ഈ പാരൻസ് മീറ്റിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക്, ഈ നമ്മുടെ ദർസ് പഠന ആരംഭഘട്ടത്തിലേക്ക് വന്ന എല്ലാ രക്ഷിതാക്കളെയും, പ്രത്യേകിച്ച് ബഹുമാന്യരായ എൻ്റെ ഉസ്താദുമാർ എല്ലാവരെയും, അതുപോലെ തന്നെ ഹാപ്പി സോണിൻ്റെ ലീഡേഴ്സ് എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിച്ചുകൊണ്ട് 3 സ്വലാത്തോടുകൂടെ അവസാനിപ്പിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.